ആ എല്ലാരും ഉണ്ടല്ലോ. നമ്മളാരാ മനസ്സിലായില്ല? താനാരാ? ഞാൻ ദിനേശൻ. ദിനേശൻ കൊണ്ടോടി. ആരെയും കൊണ്ടോടി? ആരെയും കൊണ്ട് ഓടിയതല്ല, എന്റെ കുടുംബപ്പേരാ കൊണ്ടോടിന്ന്. ഓഹോ, അപ്പൊ പാരമ്പര്യമായിട്ട് കൊണ്ടോടുന്നവരാണല്ലേ? കൊണ്ടോടുക, തട്ടിക്കൊണ്ടു പോവുക, കള്ളപ്രമാണമുണ്ടാക്കി വീട് വിൽക്കുക, ഇതൊക്കെ ഞാനത്ര കണ്ടിരിക്കുന്നു. ആ അവനോടെ ആര്? വല്ലഭൻ. വന്നിട്ട് വർഷം കുറയായി. ഞാൻ ഗാന്ധി മാർഗം സ്വീകരിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷെ ഏത് നിമിഷം വേണേലും ഈ വടിവാൾ വാസു മറ്റേ മാർഗത്തിലേക്കും തിരിയും. ഇവരാരാണെന്നറിയോ? എന്റെ ചോരയാ. ഞാഞ്ഞുള്ളായിരുന്ന എന്നെ മൂർഖം പാമ്പാക്കി മാറ്റിയ വലിയവരാ. അവർക്ക് വേണ്ടി ഈ ഗാന്ധി ഭക്തൻ 2 കൊല വരെ ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് ഇന്നേക്ക് 5 ദിവസത്തിനകം ആ പാണ്ടികളെല്ലാം അവിടെ നിന്ന് ഓടിച്ച് എന്റെ അളിയനെയും കുടുംബത്തെയും അന്തസ്സായ അവിടെ കയറ്റി താമസിപ്പിക്കണം. എന്താ പറ്റില്ലേ? പിന്നെ ഇതൊക്കെ പറയാൻ വാസോണ്ണം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാ പോരായിരുന്ന? അതുവരെ എന്റെ അളിയനും കുടുംബവും ഇവിടെ താമസിക്കും. അല്ല, ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങടാ. എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടാ. പറഞ്ഞനുസരിച്ചിട്ട് ഇറങ്ങടാ. നിന്നോടും കൂടിയാ. ചായ വേണം? കുടിക്കില്ല. കുടിക്കില്ല. ഞങ്ങള് പുറത്തു വന്നു. മുത്തശ്ശനെ എടുക്കടാ. എടുത്തോടാ. വരുന്നില്ല. കസേരയോടെ എടുക്കടാ. ഒരു ടിവി വീശാറും കൂടി കെട്ടി തൂക്കായിരുന്നു. അകത്തൊക്കെ എടുക്കടാ. ഞാൻ പറഞ്ഞില്ലേ പുറത്തോട്ട് എടുക്കാറായിട്ടില്ലെന്ന്. വല്ലഭ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. മറ്റാരും അറിയാതെ ഒരൊറ്റ കൈ പ്രയോഗം. എന്താണ് പബ്ലിക് ആയിട്ടൊരു ഗൂഢാലോചന? ചേട്ടൻ പറഞ്ഞില്ലേ പാണ്ടി കുടുംബത്തെ ഒഴിവാക്കി തരണമെന്ന്? അതെ. അതിനൊരു വഴിയുണ്ട്. പറയൂ. ചേട്ടനും കൂടെ ഞങ്ങളുടെ ഒപ്പം നിക്കണം. എത്ര നാൾ നിക്കണം? പ്രശ്നം ഒന്ന് സോൾവ് ആകുന്നവരെ നിന്നാ മതി. അപ്പോ അതുവരെ ഞാൻ നിക്കണം? വേണ്ട, ഇടക്കിടക്ക് വേണേ ഇരിക്കാം. അഹിംസയാണോ ഹിംസയാണോ? അത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. വടിവാള് വേണോ കതറ് വേണോന്ന്? കാതർ മതി. കതർ മതി എന്ന് പറയായിരുന്നു. വിദ്യാഭ്യാസം കുറച്ച് കുറവാണേ. കതറെങ്കിലും ഓക്കെ. ஏன் அழுகிறேன்? சந்தோஷம் தாங்க முடியலம்மா. உங்களை காணலன்னு உயிருக்கு உயிர ஆசையா இருந்தம்மா. அது இவ்வளவு சீக்கிரம் நிறைவேறன்னு நினைச்சு கூட பாக்கலம்மா. எங்க வீட்டுக்கு வந்து தரிசனம் தந்தீங்களே. இந்த வீட்டுக்கு மட்டும் இல்லை, உலகத்துல எல்லா இடத்திலும் நான் இருக்கேன். அம்மாவு இல்லாத குழந்தை இருக்கா? பாரம்மா, உலகம் ஒண்ணு, மனிதனும் ஒண்ணு. இங்கிலீஷ், மலையாளம், தெலுங்கு, தமிழ் எல்லாம் ஒரு தாய் பெற்ற மக்கள். இப்போ நான் தமிழ்நாடு முக்கியமந்திரி தானே. ஆனா குருவாயூரப்பன் எனக்கு வேண்டிய கடவுள். அவரை காணணும்னா கேரளாவுக்கு போக வேண்டாமா? கேரளாவுக்கு அரிசி கிரிச்செல்லாம் நாம தானே குடிக்கிறது. கேரளாவும் தமிழ்நாடும் ரொம்ப ரொம்ப நண்பர், ஃப்ரெண்ட்ஸ். இங்க ஒரு மலையாள ஃபேமிலி இருந்தது இல்லையா, அவங்க எனக்கு ரொம்ப வேண்டியவர். அவங்களுக்கு எந்த தொந்தரவும் நீ கொடுக்க கூடாது என்ன? இல்லங்கம்மா, எந்த தொந்தரவு கொடுக்க மாட்டாங்கம்மா. அவருக்காக நீங்க இந்த ஸ்தலம் விட்டு கொடுங்க. கொடுக்கறேங்கம்மா. தமிழ் வாழ்க. ഇത്ര പെട്ടെന്ന് സ്ഥലം വിട്ടോ? അയ്യൊന്നും വേണ്ട. നടീനടന്മാരൊക്കെ ഒന്ന് ബാറ്റിംഗ് തീറ്റയ്ക്കുള്ളൊക്കെ മേടിച്ചോ. എന്നെ കാശൊന്നും ഞാൻ ഈ വണ്ടി തന്നെ പോയിക്കോളാം. അതെ, ഈ വണ്ടിക്ക് കല്യാണം അത് പറ്റില്ല. ഒറ്റപ്പാലത്തെ സീരിയലിന്റെ ഷൂട്ടിംഗ് ഉള്ളത് ഞാൻ കോളേജിൽ തന്നെ പോയിക്കോളാം. ഈ കോളേജിൽ ഒറ്റപ്പാലത്ത് പോയ 2000 രൂപ പൊടിയും. ഈ കലാപരിപാടിക്ക് തന്നെ 5000 രൂപ പലിശക്കെടുത്താ ഞാൻ പൊടിച്ചു കളഞ്ഞത്. ഒരു 500 രൂപ തന്നെ. എന്തിനാ? ഈ ടർപ്പായുടെ വാടക കൊടുക്കാനാ. എങ്ങനെയെങ്കിലും പോകാം. ആ, ഇങ്ങനെ പോയ ബസ് കിട്ടിയത് തന്നെ. ഒന്ന് ആഞ്ഞ ചവിട്ടിക്കേ. ചവിട്ടൊക്കെ ആഞ്ഞ് തന്നെ ചവിട്ടുന്നത്. വണ്ടി നീങ്ങണ്ടേ? ഒരു ചുമടല്ലേ പുറകില്. എന്താ കിടന്ന് കീറി പൊളിക്കണേ? പേടിച്ചു പോയാ? പോയില്ല, ഇവിടെ നിക്കണ കണ്ടിട്ട്. അതല്ല ചോദിച്ച, പേടിച്ചോ? ആ, അത് മതി. അപ്പൊ ടെസ്റ്റ് ഓക്കെ. എന്ത് ടെസ്റ്റ് ഓക്കെ? മൊത്തം എത്ര എണ്ണം? ഈ പൈപ്പ് ഇരിക്കണ കൂടി കൂട്ടി 4 മതി, ധാരാളം മതി. ഇത് വെച്ചോ. അപ്പൊ നമുക്ക് പരിപാടി. എന്ത് പരിപാടി? ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, വേഗം തുറക്കടോ. മക്കളെ, എനിക്ക് മക്കളെ, ഇവനാണ് രാവണ പ്രഭു.
അതാണ് അതിന്റെ ഷോൾഡറിന് ഒരു ചരിവ്. ഓക്കെ സൂപ്പർ. നെക്സ്റ്റ്. അവിടെ ഇരി. മോനെ ഫേസിംഗ് അടുത്തിരിക്കും. ഇവനാണ് 7 മുന്നത്തരകൻ. 30 ലക്ഷം കൂടുതലാ. ഇരിക്കവിടെ. ഇതെന്താ പാമ്പ് കളി? അല്ലല്ല പാണ്ടികൾ ചുമ്മാ ഇരി. എന്തിന് കള്ളി? ഇതാണ് ഷക്കീല. ശരിയാ, തുണിയില്ല. ഇവളാണ് എന്റെ പ്രധാന വരുമാനം. അടങ്ങിയിരിക്കവിടെ. ഓക്കെ, അപ്പൊ എല്ലാ പാമ്പുകളെയും നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറക്കി വിടുന്നു. ആ പാണ്ടി രാക്ഷസികളെല്ലാം ജീവനും കൊണ്ട് ഓടണം. പിന്നെ സ്വർണ്ണ കട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് തിരിച്ചു വരരുത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്. സാറ് ഇത് സിനിമയിൽ അഭിനയിക്കുന്ന പാമ്പാണ്. അതിന് സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞ അപ്പ ഓടും. പിന്നെ നിൽക്കണമെങ്കിൽ കട്ട് പറയണം. ആണോ? അപ്പൊ ടേക്ക് എടുത്തോ. 2 3. ഓ, ഇത്ര വേഗം കാലം വെക്കാം. ഓ, ഇവന്റെ ഒരു ബുദ്ധി. സമ്മതിച്ചടാ. பாம்பு தானே? என்கிட்ட மோதாத. நான் யாரு தெரியுமில்ல? ஆயில்யம், அக்கரி ஆயில்யம். முதல்ல இந்த இடத்தை விட்டு காலி பண்ணு. போ 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 போ. ஏன் கத்துறீங்க? பாம்பு எங்க? ரூமுக்குள்ள. பாம்பு தானே, அதுக்கு இப்படி பயப்பட எப்படி? ஒரு கம்பு எடுத்து அடிக்க வேண்டியதா? அது இருக்கு. வாங்க போலாம். பயப்படாதீங்க. எங்க? மாமி பயமா இருக்குமா? அமைதி அமைதி, பயப்படாதீங்க. நான் எதுக்கு இருக்கேன்? எல்லாம் என் ஃப்ரெண்ட்ஸ் தான். എല്ലാ പാണ്ടികളും പോയാ? സകല പാണ്ടികളും പോയി. ഒരു ഈച്ച പോലും ഇനി ബാക്കിയില്ല. അവന്റെ തുണിമണി സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നുള്ളൂ. നാളെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. എടുക്കാൻ ആള് വന്നില്ലെങ്കിൽ എല്ലാം കൂടി ചുറ്റുകുടുത്തി കൊടുക്കും. നടീനടന്മാരെയൊക്കെ പിടിച്ച് കൊട്ടയിലാക്കിയോടോ? ഓക്കെ സാർ. നേരത്തെ പറഞ്ഞ പെഗ്ഗിന്റെ ചായയുടെ കാശ്. ഇനി പെഗ്ഗിന് വേണ്ടി പെഗ്ഗണ്ട. അപ്പോ ഇനി ഈ ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. ഒക്കെ കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോ ഒരു മെഗാ സീരിയൽ പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പാമ്പിന് വയസ്സാവുന്നവർ അഭിനയിക്കാമല്ലോ, ഒരിക്കലും തീരൂലല്ലോ. ശരി സാർ. പാമ്പ് സീരിയലിന്റെ അഡ്വാൻസ് പോടാ അവിടുന്ന്. വെറുതെ പറ്റിക്കാണല്ലേ? വല്ലവാ കീരി. കീറിയാ? എന്ത് കീറി? കീറിയതല്ലടാ, കീരിന്ന്. കീരിയുടെ ധൈര്യത്തിലാണ് അവരുടെ വരവ്. അങ്ങനെ പാമ്പിന്റെ എപ്പിസോഡും ചീറ്റ്. സാറുമാരെ ദേ പാമ്പാട്ടി. കാശൊക്കെ തന്നതല്ലേ, പോവാൻ നോക്കണ പാമ്പാട്ടി പട്ടി. അത് പിന്നെ എഞ്ചി പിന്നെ പോടാ കുറങ്ങാ. പോയി പുലിയെണ്ണ കൊണ്ടുപോടാ. സാറുമാര് ഞാൻ പറഞ്ഞത് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, വെറുതെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി. ഓടാ അവിടുന്ന്. അയ്യോ, കാര്യം പറയാൻ സമ്മതിക്കണില്ലല്ലോ. സാറുമാരെ എന്റെ ശക്തിയിലെ കാണാനില്ല. ഷക്കീരെ കാണാനല്ലേ? അതിനിപ്പോ ഞങ്ങളെന്ത് വേണം? 4 പിടിച്ചെന്ന് വിചാരിച്ച, പിന്നെ നോക്കിയപ്പോ അവളില്ല. ഇവിടെ എവിടെയോ ഉണ്ട്. ആണുങ്ങളോടത്ത് അവള് ചുറ്റിക്കറങ്ങൂ. താനിങ്ങോട്ട് വന്നേ. എന്തിനാ? കല്ലാനാ? അതിനൊന്നുമല്ല. എങ്ങനെയെങ്കിലും താൻ ഇവിടെ ഷക്കീലിനെ പിടിച്ചോണ്ട് ഇവിടെ പാമ്പാട്ടി മാമ പ്ലീസ്. എനിക്ക് തീരെ സമയമില്ല. പാമ്പിന്റെ ഓണവേ, ഞങ്ങളെ ചതിക്കരുത്. എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് പാമ്പറ. നാളെ കമലാസ് അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. ഈ കുഞ്ഞുങ്ങൾ 2 വേണം സീലെടുക്കാൻ. ഊട്ടിക്കുള്ള ബസ് ഇപ്പൊ പുറപ്പെടും. മറ്റന്നാ വന്ന് ഞാൻ പിടിച്ചോളാം. അതുവരെ അവളെ സൂക്ഷിക്കണേ. കൂടിയ വിഷമുള്ള ജാതിയാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നീ എവിടെ പോവാ? വിഷമൈത്തിനെ വിളിക്കാൻ പോയിട്ട് വേഗം വരണേ. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അയ്യോ പാമ്പ്. പിന്നെ പാമ്പ് എന്ന് പറഞ്ഞാ എന്താ?